ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ലൈക്ക് നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും, അണ്ടർ-20 AFC ഏഷ്യൻ ക്വാളിഫയേഴ്സ് നടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ വേഴ്സസ് ഇറാൻ മാച്ച് ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മാച്ചിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം രഞ്ജൻ ചൗധരിയുടെ കീഴിൽ ഞാൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ ചെറിയ ടീമുകളായിട്ട് വിജയിച്ചാൽ വിജയിച്ചു എന്ന് പറയും. സോ എന്തായാലും റിസൾട്ട് എന്ന് പറയുന്നത് 0-1 ആണ്. കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക, കണ്ടവരുണ്ടെങ്കിൽ ലൈവ് കാണാൻ സാധിച്ചില്ല. എന്തായാലും 0-1 എന്ന ആ ഒരു സ്കോർ ലൈനിൽ നമ്മൾ പരാജയപ്പെടുകയായിരുന്നു. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തോമസ് ചെറിയാൻ, എബിൻദാസ് യേശുദാസ്, അതുപോലെ തന്നെ കൊറോസിക്, ഈ ഒരു 3 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഈ ഒരു മാച്ചിൽ ഇറങ്ങിയിരുന്നു. അതിൽ തോമസ് ചെറിയാൻ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്. സോ എന്തായാലും ആദ്യത്തെ കളി നമ്മൾ 4-1 വിജയിച്ചു. മംഗോളിയക്കെതിരെയായിരുന്നു തോന്നുന്നു. എന്തായാലും രണ്ടാമത്തെ കളി ഒരു പരാജയമാണ്. എന്തായാലും മൂന്നാമത്തെ കളി നമുക്കെതിരായിട്ടുള്ളൊരു, അതായത് ഇറാനെക്കാട്ടി താരതമ്യേന ഒരു ശക്തി കുറഞ്ഞൊരു ഒപ്പോണൻ്റാണ്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം അടുത്ത കളി നമുക്ക് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അർമാൻഡോ സാദിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. നമുക്കറിയാം ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് പറഞ്ഞ താരമായിരുന്നു അർമാൻഡോ സാദിക്കു. എന്തായാലും ബണ്ടോട്കർ കപ്പിലൊക്കെ FC ഗോവയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. ഒരു ബണ്ടോട്കർ കപ്പ് ടൂർണമെൻറ്റിലൊക്കെ എല്ലാ കളികളും അവർക്ക് വേണ്ടി സ്കോർ ചെയ്തൊരു താരമാണ് അദ്ദേഹം. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അർമാൻഡോ സദിക്കുവിന് ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ്. ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ആ ഒരു ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് ഇന്നത്തെ മാച്ച്, അതായത് ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള ഇന്നത്തെ മാച്ച് നഷ്ടപ്പെടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയുള്ള മാച്ചുകൾ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇപ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. ഹാംസ്ട്രിങ് കുറച്ച് പ്രശ്നം പിടിച്ച ഇഞ്ചുറിയാണ്. സോ എത്ര മാച്ച് നഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാച്ചിന് ശേഷം അറിയാൻ സാധിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.